Hello, Namaskaram. You are watching Leotales Niranjana Naushad. അപ്പോൾ ഇതെന്റെ ഈ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ് അല്ലെങ്കിൽ ആദ്യത്തെ മെയിൻ സ്ട്രീം വീഡിയോ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് നിരഞ്ജന. ഓൾറെഡി ഒരു ചാനലുണ്ട് ലിയോട്ടേൽസ് ബൈ നിരഞ്ജന എന്ന് പറഞ്ഞിട്ട്. അത് 2-year-old ചാനലാണ്. അത് ഇംഗ്ലീഷിലാണ്. 2019 തുടക്കത്തിലാണ് ഞാനിപ്പോൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് നല്ല കണ്ടന്റ് ഒക്കെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഷോപ്പിങ്ങിനെ പറ്റിയിട്ട്. ഈ ഇന്റർനാഷണൽ വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള കുറേ കൺഫ്യൂഷൻസ്. 2 ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ചോദ്യം, ഈ ഇന്റർനാഷണൽ സൈറ്റിലൊക്കെ കാണുന്ന ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോഡേൺ അല്ലേ, അപ്പം കുറച്ച് മോഡസ്റ്റ് ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ കിട്ടുമോ? എല്ലാം ഭയങ്കര കുറച്ച് റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സും കുറച്ച് സ്റ്റൈലിഷ്, അതുപോലെ തന്നെ നല്ല ഫിഗർ ഹഗ്ഗിങ് ആയിട്ടൊക്കെ. അപ്പോൾ കുറച്ച് തടിയുള്ളവർക്കോ അല്ലെങ്കിൽ കുറച്ച് മോഡസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നവർക്ക് സ്യൂട്ടബിൾ വസ്ത്രങ്ങൾ കിട്ടുമോ എന്നൊരു ചോദ്യം. അത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് വിശ്വസിക്കാമോ? ഈ കാണുന്ന തന്നെ നമുക്ക് കിട്ടുമോ? അല്ലെങ്കിൽ ഇതിപ്പോൾ ഇത്ര ദൂരത്തു നിന്നൊക്കെ വരുമ്പോൾ ഇതെങ്ങനെ നമ്മൾ റിട്ടേൺ ചെയ്യും? അപ്പോൾ പൈസ പോവില്ലേ? ആ പേടി കൊണ്ട് പലപ്പോഴും പല ഇന്റർനാഷണൽ വെബ്സൈറ്റ്സിൽ നിന്ന് നമ്മൾ ഷോപ്പ് ചെയ്യാൻ മടിക്കാറുണ്ട്. അല്ലെങ്കിൽ മിക്ക ഇന്റർനാഷണൽ വെബ്സൈറ്റ്സും വേൾഡ് വൈഡ് ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും മിക്ക സൈറ്റുകൾ ഓഫർ ചെയ്യുന്ന ഒരു കൺട്രി തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ ഭയം കാരണം പലപ്പോഴും നമ്മൾ വാങ്ങിക്കാനൊന്നും മടിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 3 വെബ്സൈറ്റുകളാണ്. കഴിഞ്ഞ വർഷം അവസാനം ഈ 3 വെബ്സൈറ്റുകളിൽ നിന്നും ഞാൻ 3 ഹോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു എൻ്റെ മെയിൻ ചാനലിൽ. അതിന് കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ട മലയാളി വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോവുകയാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ്സ് Zaful, Rosegal, DEARLOVER. ഇത് 3 ഇന്റർനാഷണൽ ക്ലോത്തിങ് വെബ്സൈറ്റ്സ് ആണ് മോസ്റ്റ്ലി. ഇവിടെ നിന്ന് 3 ഞാൻ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ, ചെരുപ്പ്, ബാഗ്, ജ്വല്ലറി, മേക്കപ്പ് ബ്രഷസ്, അങ്ങനെ പല സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഈ വീഡിയോ ആ രീതിയിൽ നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റ് Zaful.com ആണ്. അപ്പോൾ Zaful ഒരു ഇന്റർനാഷണൽ സൈറ്റ് ആണ്. ആൻഡ് Zafulനെ ഞാൻ മെയിനായിട്ടും ഇത് ചെയ്യാനുള്ള കാരണം 2 കാര്യങ്ങളാണ്. നമുക്ക് ഇന്റർനാഷണൽ സൈറ്റ്സിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ നമ്പറൊക്കെ എൻ്റർ ചെയ്യാൻ ഇച്ചിരി പേടിയാണ്, അല്ലെങ്കിൽ പലർക്കും ക്രെഡിറ്റ് കാർഡ് ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ Paytm പേയ്മെന്റ് ഓപ്ഷൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് Zaful. അപ്പോൾ Zafulന്റെ ഒരു കാര്യം Paytm ആണ്. രണ്ടാമത്തെ കാര്യം, Zaful ക്യാഷ് ഓൺ ഡെലിവറി ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഓർഡർ ഒരു $10-നും $100 ഇടയിലാണെങ്കിൽ, എന്ന് പറയുമ്പോൾ ഒരു 700 തൊട്ട് 7000 രൂപയുടെ ഇടയിലാണ് നിങ്ങളുടെ ഓർഡർ വാല്യൂ എങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കൈ കിട്ടിയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ട് Zaful ആയിരിക്കണം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് ആൻഡ് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ഭയം കുറച്ച് തോന്നുന്നത് Zaful ആയിരിക്കും. അപ്പോൾ Zaful വെബ്സൈറ്റിന് അവർക്കൊരു വെബ്സൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ അവർക്കൊരു ഡെഡിക്കേറ്റഡ് ആൻഡ്രോയിഡ് ആപ്പും ഉണ്ട്. ആപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ ആപ്പിൽ മാത്രമായിട്ടൊക്കെ പലപ്പോഴും പല സൈറ്റുകൾക്കും ഡിസ്കൗണ്ട്സ് വരും. ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് വേറെ വലിയ ചിലവൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർട്ടൊക്കെ ആഡ് ചെയ്ത് വെക്കാം. ആൻഡ് ഓൾവേസ് വളരെ കംഫർട്ടബിൾ ആണ്. സോ ഞാൻ എപ്പോഴും ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ Zafulനകത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഉള്ള ഡ്രസ് റേഞ്ച് ഉണ്ട്. പ്ലസ് സൈസ് എന്നൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ LXL അല്ലെങ്കിൽ 2XL വരെയൊക്കെ കാണും. പക്ഷേ 5XL, 6XL വരെയൊക്കെയുള്ള പ്ലസ് സൈസ് കാറ്റഗറീസ് ഈ വെബ്സൈറ്റ്സിലൊക്കെ തന്നെയുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കുറച്ച് തടിയുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആയിട്ട് വസ്ത്രങ്ങൾ കിട്ടുന്നില്ല എന്ന് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഈ വെബ്സൈറ്റുകളുള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു പേടിയേ ആവശ്യമില്ല. അപ്പോൾ Zafulനകത്ത് ഇത് 3 കൂടാതെ ബാഗുകളുടെ ഒരു നല്ല കാറ്റഗറി ഉണ്ട്. പിന്നെ ജ്വല്ലറി ഉണ്ട്, മേക്കപ്പ് പ്രോഡക്ട്സ്, മേക്കപ്പ് അല്ല, മേക്കപ്പ് ആക്സസറീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, ടൂൾസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ ഹോം അപ്ലയൻസസ് ഒക്കെ ഉണ്ട്. ചെരുപ്പില്ല Zafulൽ. പക്ഷേ Zaful എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാൻ കാരണം ഒന്നാമത്തെ കാര്യം, ഈ കാണുന്നത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആ കാണുന്ന പടത്തിൽ കാണുന്നത് എന്തോ അത് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ Zafulൽ നിന്ന് ഷോപ്പ് ചെയ്ത സാധനങ്ങൾ, ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു ലോങ് കുർത്തി ടൈപ്പ് ഡ്രസ്സ് ഉണ്ടായിരുന്നു, ടീഷർട്ട് ഉണ്ടായിരുന്നു, ഒരുപാട് ഡ്രസ്സസ് ഞാൻ Zafulൽ നിന്ന് ചൂസ് ചെയ്തു. പാൻസും യൂഷ്വലി നമ്മളിപ്പോൾ ബോട്ടം വെയർ എടുക്കുമ്പോൾ വെയിസ്റ്റ് ഫിറ്റ് ആവുമോ, ഹിപ്സ് ഫിറ്റ് ആവുമോ, അങ്ങനെ ഒരു പേടി കാണും. ഇവിടെ സൈസ് ചാർട്ട് ഭയങ്കര ആക്യുറേറ്റ് ആയിരുന്നു. ജസ്റ്റ് നിങ്ങളുടെ അളവുകൾ അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ അളവുകളും ആ സൈസ് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുക. ഓരോ പ്രോഡക്റ്റിനും ഓരോ വസ്ത്രത്തിനും അവർക്കൊരു സൈസ് ചാർട്ട് ഉണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് Zafulൽ നിന്ന് വാങ്ങാവുന്നതാണ്. ക്വാളിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പാക്കേജിങ്ങും ഒക്കെ സിപ്ലോക്ക് പാക്സിലാണ് ഈ ഡ്രസ്സ് വന്നത്. ഭയങ്കര നല്ല രീതിയിലായിരുന്നു പാക്കേജിംഗ് ഒക്കെ. ആൻഡ് ഈ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ട്രാക്കിങ്ങും കിട്ടും. പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാക്കിംഗ് ഐഡിയ ഉണ്ട്. ആപ്പിൽ തന്നെ നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യാം. അവിടെ വെയർ ഹൗസ് വിട്ട് ഇന്ത്യയിൽ എൻ്റർ ചെയ്ത് നമ്മുടെ സ്ഥലത്ത് എത്തുന്നത് വരെയുള്ള ട്രാക്കിംഗ് വളരെ അപ് ടു ഡേറ്റ് ആണ്. സോ Zaful ഓവറോൾ എൻ്റെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിരിക്കും. അത് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വാങ്ങിയ ഡ്രസ്സുകളും ഒക്കെ കാണാം. നിങ്ങളത് മ്യൂട്ടിലിട്ട് കണ്ടാലും മതി. ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കണം എന്നില്ല. കാരണം ഓവറോൾ എനിക്കൊരു പോസിറ്റീവ് ഒപ്പീനിയൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ വെബ്സൈറ്റ് Rosegal ആണ്. Zaful പോലെ തന്നെ വളരെ സിമിലർ ആണ് Rosegalഉം. കളക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരേ ഡ്രസ്സ് നിങ്ങൾ രണ്ടിടത്തും കാണും.
പക്ഷേ റോസ് ഗേളിൻ്റെ COD ഓപ്ഷനും ഇല്ല, Paytm ഓപ്ഷനും ഇല്ല. കാർഡ് വെച്ച് അല്ലെങ്കിൽ പേപാൽ വെച്ച് നിങ്ങൾ പേ ചെയ്യണം. എന്നിരുന്നാലും എനിക്ക് റോസ് ഗേൾ ഒരല്പം കൂടുതൽ ഇഷ്ടമാണ്. കാരണം റോസ് ഗേളിൻ്റെ കളക്ഷൻ സഫൂലിനെക്കാട്ടിലും ഇച്ചിരി കൂടി ബെറ്റർ ആണ്. മാത്രമല്ല റോസ് ഗേളിൽ ഒരു ഡെഡിക്കേറ്റഡ് ഫുഡ് വെയർ കാറ്റഗറി ഉണ്ട്. എൻ്റെ ഫുഡ് സൈസ് 41 അത് ഭയങ്കര പാടാണ് കേരളത്തിൽ ചെരുപ്പ് കിട്ടാനായിട്ട്. അപ്പോൾ 41 ഒരു പ്ലസ് സൈസ് ഫുഡ് വെയർ കാറ്റഗറി അങ്ങനെയും ഉണ്ട്, ഒരു പ്ലസ് സൈസ് ക്ലോത്തിങ് കാറ്റഗറി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല സ്റ്റൈലിഷ് നല്ല അടിപൊളി വസ്ത്രങ്ങളും അതുപോലത്തെ ചെരുപ്പുകളും ഒക്കെ കിട്ടും. സഫൂലിനെക്കാളും കളക്ഷൻ കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ കൂടുതലാണ് റോസ് ഗേളിൽ. പ്രൈസിങ് വളരെ സിമിലർ ആണ്. ആൻഡ് റോസ് ഗേളിന് ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്, ഞാനിതിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ $39 വാങ്ങിച്ച $5 ഓഫ് കിട്ടും. അങ്ങനെയാണ് ആ കോഡ് പോകുന്നത്. അപ്പം റോസ് ഗേളും ഇതുപോലെ തന്നെ ഒരു ആപ്പാണ്, ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ട്രാക്കിംഗ് ID കിട്ടും. ആൻഡ് എഗെയിൻ പാക്കിംഗ് ഒക്കെ വളരെ സിമിലർ ആണ്. രണ്ടും കണ്ടാൽ തിരിച്ചറിയത്ത് പോലും ഇല്ല. പ്രോഡക്റ്റ് ക്വാളിറ്റി വളരെ നല്ലതായിരുന്നു. റോസ് ഗേളിൽ നിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയൊരു സാധനം ഈ മെർമെയ്ഡ് ടെയിൽ ബ്ലാങ്കറ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഇതൊരെണ്ണം വാങ്ങിക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ ബാഗ് വാങ്ങി, സ്വീറ്റ് ബൂട്ട്സ് വാങ്ങി. രണ്ടും അടിപൊളി. ഈ ബാഗ് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആണ്. ഞാൻ എവിടെ പോയാലും ഈ ബാഗാണ് കൊണ്ടുപോകുന്നത്. അതിന് $30 എന്തായിരുന്നു വില. നല്ലൊരു ബ്രാൻഡഡ് ബാഗിൻ്റെ ക്വാളിറ്റി ഒക്കെയുള്ള ബാഗായിരുന്നു. ഡ്രസ്സുകളും എല്ലാം നല്ലതായിരുന്നു. ഞാൻ ജീൻസ് വാങ്ങി, ലെഗിങ്സ് വാങ്ങി. ജീൻസൊക്കെ കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. അവരുടെ സൈസ് ചാർട്ട് കമ്പയർ ചെയ്ത് എൻ്റെ സൈസസ് വെച്ച് കമ്പയർ ചെയ്താണ് ഞാൻ ഓർഡർ ചെയ്തത്. സൈസ് ഭയങ്കര നല്ലതായിരുന്നു. ആൻഡ് ക്വാളിറ്റിയും അതുപോലെ പ്രൈസിന് വളരെ ജസ്റ്റിഫൈഡ് ആയ ക്വാളിറ്റിയാണ് കിട്ടിയത്. അപ്പോൾ റോസ് ഗേളും ഈക്വലി ഞാനൊരു തംസ് അപ്പ് കൊടുക്കുന്ന വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. മൂന്നാമത്തെ വെബ്സൈറ്റ് DEARLOVER. ഇത് കുറച്ച് വ്യത്യസ്തമാണ് സഫൂലിനെക്കാട്ടിലും അല്ലെങ്കിൽ റോസ് ഗേളിനെക്കാട്ടിലും. ഇപ്പോൾ റോസ് ഗേളും സഫൂലും നിങ്ങൾക്ക് ഇൻഡിവിജ്വലി സാധനങ്ങൾ വാങ്ങാം. ഷിപ്പിംഗ് ചാർജ് കൊടുത്താണെങ്കിലും ഒറ്റ ഉടുപ്പ് മാത്രമായിട്ടൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. DEARLOVERന് ഒന്നാമത്തെ കാര്യം അവർക്ക് ആപ്പ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവരുടെ വെബ്സൈറ്റ് അത്ര അങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് ഇത് ചൈനീസ് വെബ്സൈറ്റ് ആണ്, നമുക്ക് അങ്ങോട്ട് അപ്പീലിംഗ് ആയിട്ട് തോന്നത്തില്ല ആ വെബ്സൈറ്റ് കാണുമ്പോൾ. പക്ഷേ അവരുടെ ഡ്രസ്സുകൾ ഭയങ്കര നല്ല ക്വാളിറ്റി ആയിരുന്നു. അവിടെ മെയിൻ ക്യാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോസ് ഗേളിൽ ഒരു $25 വിലയുള്ളൊരു ഉടുപ്പാന്ന് വെച്ചോളൂ. അത് DEARLOVERൽ ചിലപ്പോൾ $10 വില കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും വില വ്യത്യാസം. ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DEARLOVER ഒരു ഹോൾസെയിൽ വെബ്സൈറ്റാണ്. അപ്പം മിനിമം $99 നിങ്ങൾ വാങ്ങിയാലേ നിങ്ങൾക്ക് അത് ഷിപ്പ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി DEARLOVERൽ കാണുന്ന വസ്ത്രങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ ഡ്രോപ്പ് ഷിപ്പ് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ DEARLOVERലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം $100 എനിക്ക് എത്ര ഡ്രസ്സ് കിട്ടി? 10 ഡ്രസ്സ്. $100 ആയില്ല, 97 അങ്ങനെ എന്താ ആയാലും തോന്നും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സുഹൃത്തുക്കൾക്ക് ചേർന്നിട്ട് വേണമെങ്കിൽ ഒരു 13-14 ഡ്രസ്സോളം വരും ചിലപ്പോൾ $100. അതിൽ തന്നെ വസ്ത്രങ്ങൾ ഈ അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ട്, സ്വിം വെയർ ഉണ്ട്, നൈറ്റ് വെയർ ഉണ്ട്, ഡ്രസ്സസ് ഉണ്ട്, ടോപ്സ് ഉണ്ട്, ബോട്ടം വെയർ ഉണ്ട്, കുട്ടികൾക്കുള്ളതുണ്ട്. പുരുഷന്മാർക്കുള്ളത് DEARLOVERൽ ഇല്ലാന്നാണ് എൻ്റെ ഓർമ്മ. ആൻഡ് വെബ്സൈറ്റിൻ്റെ ഭംഗിയില്ലായ്മയൊന്നും നമ്മൾ കണക്കിലെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്വാളിറ്റി ഭയങ്കര നല്ലതാണ്. എഗെയിൻ അവരുടെ സൈസ് ചാർട്ട് ജസ്റ്റ് ആക്യുറേറ്റ് ആണ്. എനിക്ക് എല്ലാ വസ്ത്രങ്ങളും കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു അത് കണ്ടിട്ട്. നല്ല ക്വാളിറ്റി. അവരുടെ ട്രാക്കിംഗ് ഉണ്ട്. അവർ ട്രാക്കിംഗ് നിങ്ങൾക്ക് ഇമെയിൽ അയച്ചു തരും. അത് നിങ്ങൾക്ക് സുഖമായിട്ട് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് എഗെയിൻ പാക്കേജിംഗ് ഒക്കെ ഈ സിപ്പ് ലോക്കിലൊക്കെ വന്ന് വളരെ കറക്റ്റ് ആയിരുന്നു. എനിക്ക് ഓവറോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു DEARLOVERലെ വസ്ത്രങ്ങൾ. ഈ സഫൂലും റോസ് ഗേളിലും സിമിലർ കളക്ഷൻസ് ഒരുപാട് കാണും. പക്ഷേ DEARLOVERൽ വളരെ വ്യത്യസ്തമായ ഒരുപാട് വസ്ത്രങ്ങളുണ്ടായിരുന്നു. ഞാനൊരു വളരെ മോഡസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളാണ്. മോഡേൺ എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ തന്നെ എനിക്കറിയില്ല. പക്ഷേ എന്നെ പോലത്തെ ഒരാൾക്ക് പോലും ഒരുപാട് വസ്ത്രങ്ങളും ചെരുപ്പും ബാഗും ഒക്കെ കണ്ടെത്താൻ പറ്റി ഈ 3 വെബ്സൈറ്റുകളിലും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. നിങ്ങൾക്കും എന്തെങ്കിലും രീതിയിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. കസ്റ്റംസിൻ്റെ ഒരു കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട്. റോസ് ഗേളും സഫൂലിനും കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നും തന്നെ വന്നില്ല. DEARLOVERന് കസ്റ്റംസ് ഡ്യൂട്ടി വന്നു. DHL വഴിയാണ് അവർ ഷിപ്പ് ചെയ്തത്. അപ്പോൾ DEARLOVERൽ അവസാനം നിങ്ങൾ $100 എടുത്തു. അത് കഴിഞ്ഞ് നിങ്ങളൊരു ഷിപ്പിങ്ങും പേ ചെയ്യും. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു കസ്റ്റംസും പേ ചെയ്യും. പക്ഷേ ഇതെല്ലാം കൂടെ കഴിഞ്ഞാലും ഒരു $170 അല്ലെങ്കിൽ $160 ആയി എന്ന് വിചാരിക്കാം. അതിന് നിങ്ങൾക്ക് കിട്ടുന്ന വസ്ത്രങ്ങൾ റോസ് ഗേളിനെക്കാട്ടിലും സഫൂലിനെക്കാട്ടിലും എണ്ണത്തിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ അല്ല മിക്കവാറും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ 3 വെബ്സൈറ്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. നിങ്ങൾക്ക് ഇനി പേടിക്കാതെ തന്നെ സൈസ് ചാർട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത് ഈ 3 സൈറ്റുകളും എന്തായാലും നിങ്ങളുടെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഇതൊരു സ്പോൺസർഡ് വീഡിയോ ഒന്നും അല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാണ് നിങ്ങളുമായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ 3 വെബ്സൈറ്റ്സും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് എൻ്റെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇപ്പോൾ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, നിങ്ങൾക്ക് അത് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഞാനൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.